അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അടിമകൾക്ക് സാധിക്കാത്ത കാര്യം അല്ലാഹു തക്ലീഫ് ചെയ്യില്ല എന്ന ഐക്യകണ്ഠേന അംഗീകൃതമായ ഒരു നിലപാട്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. തത്വത്തിൽ അല്ലാഹു അടിമകൾക്ക് കഴിയാത്ത കാര്യങ്ങൾ തക്ലീഫ് ചെയ്യില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു തക്ലീഫ് അള്ളാഹുവിന് ജായിസാണോ മുംതനിയാണോ? അഥവാ തക്ലീഫ് ചെയ്യില്ല എന്നെല്ലാവർക്കും അറിയാം, എന്നാലും അത് തക്ലീഫ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജായിസാണോ മുംതനിയാണോ? ജായിസാണ് എന്നാണ് അശ്അരി മദ്ഹബ് പറയുന്നത്, മുംതനിയാണ് എന്നാണ് മുഅ്തസില വിഭാഗം പറയുന്നത്. അങ്ങനെ ഒരു തർക്കമുണ്ടെന്നും അങ്ങനെ ഒരു ഡിബേറ്റ് രൂപപ്പെടുന്നുണ്ട് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനത് മുംതനി ആണ് എന്ന് പറയുന്നു എന്നുള്ളതിന് മുഅ്തസിലത്ത് ഒരു തെളിവ് കൊണ്ടുവരും, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു തെളിവാണ് അവർ പറയുന്നത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന ആയത്ത്. അതിൻ്റെ പച്ച പരമാർത്ഥം അതാണ്, അള്ളാഹുവിനത് മുംതനിയാണ് എന്നാണ്. അപ്പോൾ അതിനൊരു മറുപടി അശ്അരി പറയുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ പറയുന്നത്. രണ്ടാമതായി മറ്റൊരു കാര്യമാണ്, ഒരാൾ അടിക്കുന്നു, മറ്റൊരാൾക്ക് അടി കിട്ടുന്നു. ഇങ്ങനെ ഈ അടി കിട്ടുന്നയാളിൽ അടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ആര് സൃഷ്ടിക്കുന്നതാണ്? ഒരു ചില്ല് ഒരാൾ പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിപ്പൊടിയുന്നത് ആരുടെ സൃഷ്ടിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന മറ്റൊരു ചർച്ച കൂടിയുണ്ട്. നമ്മൾ പറയും എല്ലാം അള്ളാഹുവിൻ്റേതാണ്, എല്ലാം അള്ളാഹുവിൻ്റേതാണ്. അവിടെ നമുക്ക് എതിർപക്ഷത്ത് വരുന്നത് മുഅ്തസിലയാണ്. ഇങ്ങനെ രണ്ട് ചർച്ചയാണ് നമുക്കിന്ന് നടത്താനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് യുസ്തദല്ലു ബിഖൗലിഹി തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അപ്പോൾ മുഅ്തസില വിഭാഗത്തിൻ്റെ നിലപാടിന് സമർത്ഥിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് കൊണ്ടുവരും, ഒരു ഉദാഹരണം കൊണ്ടുവരും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അള്ളാഹുവിന് തക്ലീഫ് മുംതനി ആയതുകൊണ്ടാണല്ലോ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു മറ്റുള്ളവരെ തക്ലീഫ് ചെയ്യുക എന്നുള്ളത് മൽസൂമ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ളത് ലാസിമ്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അള്ളാഹു കഴിയാത്തത് തക്ലീഫ് ചെയ്യൂല എന്നുള്ള ലാസിമിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മൽസൂമായ അള്ളാഹു തക്ലീഫ് ചെയ്യുക എന്നുള്ളത് മുഹാലാണ്, മുംതനിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്നാണ് അവർ പറയുന്നത്. വഖദ് യുസ്തദല്ലു ബിഖൗലിഹി തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ളത് കൊണ്ട് ചിലപ്പം തെളിവ് പഠിക്കും. എന്തിൻ്റെ പേരിൽ? അലാ നഫിൽ ജവാസി, ഇങ്ങനെ തക്ലീഫ് ചെയ്യുക എന്നുള്ളത് ജായിസാണ് എന്നത് നിഷേധിക്കാം. അത് അഥവാ തക്ലീഫ് ചെയ്യുക എന്നുള്ളത് നഫിൽ ജവാസ് എന്ന് പറഞ്ഞ് തക്ലീഫ് ചെയ്യുക എന്നുള്ളത് മുംതനിയാണ് എന്നുള്ളതിൻ്റെ മേൽ തെളിവായി നമുക്ക് പറയാം. അപ്പോൾ അതെങ്ങനെയാണ്? തക്രീറുഹു, അതിൻ്റെ വിശദീകരണം ലൗ കാന ജായിസൻ, അത് ജായിസായിരുന്നുവെങ്കിൽ, അള്ളാഹു തക്ലീഫ് ചെയ്യുക എന്നുള്ളത് ജായിസായിരുന്നുവെങ്കിൽ ലമാ ലസിമ മിൻ ഫർളി വുഖൂഇഹി മുഹാലുൻ, അതിൽ നിന്നൊരു മുഹാൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ മുഹാലല്ലേ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ളതിൻ്റെ പരമാർത്ഥം എന്താണ്? അത് മുഹാലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മൽസൂമ് മുഹാലും ലാസിമ് ജായിസും അതെങ്ങനെ ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. ലറൂറത്ത് അന്ന ഇസ്തിഹാലത്ത് ലാസിം മുസ്തഹീലാണെങ്കിൽ, ലാസിമാണ് ഈ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന ആയത്ത്, അത് മുഹാലാണ് അല്ലേ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അതിൽ നിന്ന് കിട്ടുന്നത് അള്ളാഹു കഴിയാത്ത കാര്യങ്ങൾ തക്ലീഫ് ചെയ്യുക എന്നുള്ളത് മുഹാലാണ് എന്നാണ്. അപ്പോൾ ലാസിമ് മുഹാലായി, അപ്പോൾ അതിൻ്റെ മൽസൂമായ തക്ലീഫ് ചെയ്യുക എന്നുള്ളത് മുഹാലാണ്. തഹ്കീഖ് മായന ലുസൂമി, അപ്പോഴല്ലേ ഒരു ലുസൂമിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ ലാസിമ് മുഹാലായാൽ മൽസൂമ് മുഹാലാവണ്ടേ എന്ന്. ലൗ വക്ക ലാക്കിന്നഹു എന്നു മാത്രമല്ല, ലൗ വക്ക അങ്ങനെ അള്ളാഹു ഈ പറഞ്ഞതിനു ശേഷം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞതിന് ശേഷം തക്ലീഫ് അള്ളാഹുവിന് ജായിസായാൽ ലസിമ കിദ്ബു കലാമില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഈ വർത്താനം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ളത് കളവാവണം, അത് നുണയായി ആവേണ്ടി വരും. വഹു മുഹാലുൻ, അതും മുഹാലാണ്. അള്ളാഹു നുണ പറയുക എന്നുള്ളത് മുഹാലാണ്. വഹാദിഹി നുക്തത്തുൻ ഫി ബയാനി ഇസ്തിഹാലത്തി വുഖൂഇ കുല്ലി മാ യതഅല്ലഖു ഇൽമുല്ലാഹി തആല വ ഇറാദത്തുഹു വ ഇഖ്തിയാറുഹു ബിഅദമി വുഖൂഇഹി, നടക്കില്ലെന്ന് അള്ളാഹുവിൻ്റെ ഇഖ്തിയാറും അള്ളാഹുവിൻ്റെ ഇറാദത്തും അള്ളാഹുവിൻ്റെ ഇൽമും ബന്ധപ്പെട്ട എല്ലാം മുസ്തഹീലാണ്
എന്നത് തെളിയിക്കാനുള്ള ഒരു പോയിൻ്റാണിത്. വഹാദിഹി നുക്തത്തുൻ, ഇതൊരു പോയിൻ്റാണ്. ഫി ബയാനി ഇസ്തിഹാലത്തി വുഖൂഇ, സംഭവിക്കൽ മുസ്തഹീലാണ് എന്നു തെളിയിക്കാനുള്ള. എന്ത് സംഭവിക്കൽ? മാ യതഅല്ലഖു ഇൽമുല്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ ഇൽമു ബന്ധിച്ചതെല്ലാം, വ ഇറാദത്തുഹു, അള്ളാഹുവിൻ്റെ ഇറാദത്ത് ബന്ധിച്ചതെല്ലാം, വ ഇഖ്തിയാറുഹു, അള്ളാഹുവിൻ്റെ ഇഖ്തിയാർ ബന്ധിച്ചതെല്ലാം. എന്തിനാണ് ബന്ധിച്ചത്? ബിഅദമി വുഖൂഇഹി, നടക്കില്ലെന്ന് അള്ളാഹുവിന് അറിയാവുന്ന കാര്യങ്ങൾ, നടക്കില്ലെന്ന് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് മുസ്തഹീലല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും മുസ്തഹീലാണ്, തക്ലീഫ് മുസ്തഹീലാണ് എന്നാണ് ഇവർ പറയുന്നത്. വഹല്ലുഹ, അതിന് നമ്മുടെ അല്ല അശ്അരിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി, അന്ന ലാ നുസല്ലിമു, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. ഒരു വസ്തു അത് മുഹാലായതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട കാര്യവും മുഹാലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അന്ന കുല്ലമാ യകൂനു മുംകിനം ഫീ നഫ്സിഹി, കുല്ലമാ എല്ലാ കാര്യങ്ങളും യകൂനു മുംകിനം ഫീ നഫ്സിഹി, അതിൻ്റെ നഫ്സിൽ അത് മുംകിനാണ്, ഫീ നഫ്സിൽ അത് മുംകിനാണ്. ഈ ഫീ നഫ്സും ഫീ ഗൈറും മനസ്സിലാക്കണം കേട്ടോ. ഫീ നഫ്സ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇതിൽ തന്നെ പറയുന്ന ഒരു ഉദാഹരണം ആദ്യം പറയുന്നു മാത്രം. ഈ ലോകമുണ്ടാവുക എന്നുള്ളത്, ഈ ലോകമുണ്ടാവുക എന്നുള്ളത് ഫീ നഫ്സിൽ അത് മുംകിനാണ്. ഈ ലോകം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമുണ്ടോ? പക്ഷേ അള്ളാഹു ഉണ്ടാവണമെന്ന് തീരുമാനിച്ചതിനു ശേഷം അല്ലേ, അള്ളാഹു ഉണ്ടാവണമെന്ന് അള്ളാഹുവിൻ്റെ കുദ്റത്തും ഇഖ്തിയാറും ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാവൽ നിർബന്ധമായി. പക്ഷേ അത് ഫീ നഫ്സിൽ മുംകിനാണ്, ഫീ ഗൈറിൽ, അഥവാ അള്ളാഹുവിൻ്റെ ഇറാദത്തിലേക്കും കുദ്റത്തിലേക്കും താഴേക്കാവുമ്പോഴോ അത് വാജിബായി. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇതും. ഇവിടെ തക്ലീഫ് എന്നുള്ളത് ഫീ നഫ്സിൽ എന്താണ്? ജായിസാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കുദ്റത്തും ഇറാദത്തിനോട് ബന്ധപ്പെട്ടപ്പോൾ അത് എന്തായതാണ്? അവിടെ ജായിസ് അല്ലാതായി മാറിയതാണ്. ഇപ്പോൾ അശ്അരികളും അതാ പറയുന്നത്, ഫീ നഫ്സിൽ അത് ജായിസാണ്, ഫീ നഫ്സിൽ അത് ജായിസാണ്, അതാ പറയുന്നത്. അന്ന കുല്ലമായക്കൂനും മുംകിനം ഫീ നഫ്സിഹി, മുംകിനും ഫീ നഫ്സിഹി ആയ, ഫീ നഫ്സിൽ ജായിസായ ഒരു കാര്യം, ലാ യൽസമു മിൻ ഫർളി വുഖൂഇഹി മുഹാൽ, അത് സംഭവിക്കുക എന്നുള്ളത് സങ്കല്പിക്കുമ്പോൾ അത് മറ്റൊന്നിനോട് ബന്ധപ്പെടുക, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മറ്റൊന്നിനോട് ബന്ധപ്പെടുക എന്ന് സങ്കല്പിക്കുമ്പോൾ അത് മുഹാലാണ് എന്ന് പറയാൻ പറ്റൂലല്ലോ. അത് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രം ഫീ നഫ്സിൽ അത് എന്താവണം? മുഹാലാവണം എന്ന് പറയാൻ പറ്റൂല. വഇന്നമാ യജിബു ദാലിക, അങ്ങനെ വരുന്നത് എപ്പോഴാണ്? ലൗലം യഅറദ് ലഹു, അതിനോട് ആരിലായി വരാത്തുമ്പോഴാണ്. അൽ ഇംതിനാഉ ബിൽ ഗൈരി, ബിൽ ഗൈർ മുംതനി എന്ന് പറയുന്ന സാധനം ആരിലായി വരാത്തുമ്പോഴാണ് അങ്ങനെ വരിക. വ ഇല്ല, അങ്ങനെ വരുമ്പോൾ, അത് ബിൽ ഗൈർ മുംതനി എന്ന് പറയുന്ന സാധനത്തോട് ആരിലായി വരുമ്പോൾ, വ ഇല്ല എന്ന് പറഞ്ഞാൽ ലൗലം യഅറദിൽ നിന്ന് വ ഇല്ല, ലജാസ അൻ യകൂന ലുസൂമുൽ മുഹാലി, അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? മുഹാല് ലാസിമാവുക എന്നുള്ളത് ജായിസാവും. ബിനാഅൻ അലൽ ഇംതിനാഇ ബിൽ ഗൈരി, മറ്റൊന്നിനാണ് ഇംതിനാഉം ബിൽ ഗൈറിനോട് അതിൻ്റെ മേലെടുത്തിട്ട് എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇത് മുംകിനും ഫീ നഫ്സാണ്, മറ്റൊന്നിനോട് ബന്ധപ്പെടുമ്പോഴാണ് മുംതനിയാവുന്നത്. അത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. അലാ യറ, നിങ്ങൾക്ക് കാണാമല്ലോ, അന്നല്ലാഹ തആല, അല്ലാഹു തആല ലമ്മാ ഉജദൽ ആലം, ഈ ലോകത്തെ പടച്ചപ്പോൾ, ബി ഖുദ്റത്തിഹി വ ഇഖ്തിയാരിഹി, അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ഇഖ്തിയാറും ഉപയോഗിച്ച്, ഫഅദമുഹു മുംകിനും ഫീ നഫ്സിഹി, അത് പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അദമുഹു, ഈ ലോകം ഇല്ലാതിരിക്കുക എന്നുള്ളത് മുംകിനും ഫീ നഫ്സ് ആയിരുന്നു അല്ലേ? ഈ ലോകത്തിന് ഇല്ലാതിരിക്കലും ഉണ്ടാവലും ഒരുപോലെ ആയിരുന്നു. അതാണല്ലോ മുംകിനും ഫീ നഫ്സി എന്ന് പറഞ്ഞാൽ, ഉണ്ടാവാം ഇല്ലാതിരിക്കാം എന്നുള്ളതായിരുന്നു. മാ അന്നഹു യൽസമു മിൻ ഫർളി വുഖൂഇഹി തഖല്ലുഖുൽ മഅലൂൽ മിൻ ഇല്ലത്തിഹി താമ്മ, പക്ഷേ പിന്നെ അതെന്താണ്? മാ അന്നഹു യൽസമു, അത് നിർബന്ധമായി വന്നു, ലോകമുണ്ടാവൽ നിർബന്ധമായി വന്നു. എപ്പോൾ? മിൻ ഫർളി വുഖൂഇഹി തഖല്ലുഖുൽ മഅലൂലി മാ ഇല്ലത്തിഹി താമ്മ, ഇല്ലത്തു താമ്മാണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഇഖ്തിയാറും ബന്ധപ്പെടുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ശരിയായി. ആ ഇല്ലത്തു താമ്മ, അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം? മഖ്ലൂക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളത് പിന്നെ പാടില്ല. അതുകൊണ്ട് മാത്രം അത് നിർബന്ധമായതാണ്. ഇപ്പോൾ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു തർക്കീബായതുകൊണ്ട് ഞാൻ പച്ച മലയാളത്തിൽ പറയാം. ഇതും ഇപ്പോൾ ഈ തക്ലീഫിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ ലോകത്തെ സൃഷ്ടിക്കുന്നതിനോട് തുല്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, സമാനമായിട്ട്. അഥവാ അള്ളാഹു ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ഈ ലോകത്തിനുണ്ടാവാം ഇല്ലാതിരിക്കാം എന്ന അവസ്ഥയായിരുന്നു, മുംകിനും ഫീ നഫ്സായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഇഖ്തിയാറും ഇതിനോട് ബന്ധപ്പെട്ടപ്പോൾ അതുണ്ടാവൽ നിർബന്ധമായി. അള്ളാഹു ആ ഇല്ലത്തെ താമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഇഖ്തിയാറും ബന്ധപ്പെടുക, അപ്പം മഅലൂലായ ലോകം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായി എന്ന് പറയുന്നത് പോലെ തക്ലീഫ് എന്നുള്ളത് മുംകിനും ഫീ നഫ്സാണ്. അശ്ശരികൾ പറയുന്ന പോലെ മുംകിനും ഫീ നഫ്സാണ്. പക്ഷേ അത് പിന്നെ അള്ളാഹുവിൻ്റെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന സംഗതിയോട് ബന്ധപ്പെട്ടപ്പോൾ അതെന്തായി മാറി?
അത് മുംതനിയായി മാറി. ഇത്രയേ ഉള്ളൂ ആരും പറയുന്നത് അശ്ശരികളും പറയുന്നത്. വൽഹാസിലു, മൊത്തത്തിൽ അന്നൽ മുംകിന ഫീ നഫ്സിഹി, മുംകിന ഫീ നഫ്സിയായ ഒരു സാധനം ലാ യൽസമു മിൻ ഫർളി വുഖൂഇഹി, അപ്പോൾ അത് ഉണ്ടാവുക എന്ന് സങ്കല്പിക്കുമ്പോൾ എന്ത് വരുന്നില്ല? മുഹാലും ബിൻ നളിരി ഇലാ ദാത്തി, അതിൻ്റെ ദാത്തിലേക്ക് നോക്കിയിട്ടൊരു മുഹാല് വരുന്നില്ല. വ അമ്മ ബിൻ നളിരി ഇലാ അംരിൻ സായിദിൻ, പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് നോക്കുമ്പോഴാണ് ഫലാ നുസല്ലിമു അന്നഹു ലാ യസ്തൽസിമുൽ മുഹാല, അവിടെ നമ്മൾ പറയുന്നില്ല അവിടെ മുഹാൽ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഉണ്ടാവുന്നുണ്ട്, മുഹാൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഈ ഒരു സമാനമായ രീതിയിൽ ചിന്താഗതിയിൽ മനസ്സിലാക്കിയാൽ മതി തക്ലീഫിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഈ വിശദീകരിച്ചിടത്തുനിന്ന് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ തക്ലീഫ് എന്നുള്ളത് അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ചതുപോലെയാണ്. അത്ര മതി, നിങ്ങളുടേതായ ഒരു പോയിന്റിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പറയാനുള്ളത് വമാ യൂജദു മിനൽ അലം, വേദന, ഫിൽ മലറൂബി, അടിക്കപ്പെട്ടയാളിൽ ഉണ്ടാകുന്ന വേദന, അഖീബ ലർബി ഇൻസാനിൻ, മറ്റൊരാൾ അടിക്കുമ്പോൾ, വൽ ഇൻകിസാരി ഫി സുജാജി, ചില്ലിൽ ഉണ്ടാകുന്ന പൊട്ടൽ, അഖീബ കസ്രി ഇൻസാനിൻ, മറ്റൊരാളത് പൊട്ടിക്കുമ്പോൾ, വമ അഷ്ബഹു, സമാനമായതും, കുല്ലു ദാലിക, ഇവയെല്ലാം മഖ്ലൂഖുല്ലാഹി തആല, മഖ്ലൂഖുൻ ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. വലാ സുൻഅ ലിൽ അബ്ദി ഫീ തഖ്ലീഖി, ആ ഒരു സൃഷ്ടിപ്പിന്, ആ അലമിനെ സൃഷ്ടിക്കാനും ആ ഇൻകിസാറിനെ സൃഷ്ടിക്കാനും സമാനമായതിനെ സൃഷ്ടിക്കാനും ഒന്നും ആർക്ക് കഴിവില്ല? അടിമകൾക്ക് കഴിവില്ല. കുയ്യിദ ബിദാലിക ലിയസിഹ മഹല്ലിൽ ഖിലാഫി ഫി അന്നഹു ഹല്ലിൽ അബ്ദി സുൻഉൻ ഫീഹി അംല, ഇവിടെ ലാ സുൻഅ ലിൽ അബ്ദി എന്ന് കൈത് വെച്ച് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഖിലാഫ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ അടിമകൾക്ക് അതിൽ സുൻ ഉണ്ടോ ഇല്ലയോ. ഇൻസാനിൻ എന്ന് പറഞ്ഞില്ലേ, ലർബ ഇൻസാനിൻ എന്ന് പറഞ്ഞില്ലേ, കസ്ര ഇൻസാനിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ കൈത് വെച്ച് പറഞ്ഞത് അവിടെ മനുഷ്യൻ അടിമക്ക് അവിടെ സുൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസാൻ എന്ന് പ്രത്യേകം പറഞ്ഞത്. വമാ അഷ്ബഹു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കൽ മൗത്തി അഖീബൽ കത്ലി, ഒരാൾ കൊല്ലുമ്പോൾ ഉടനെ ഉണ്ടാവുന്ന മരണം. കുല്ലു ദാലിക മഖ്ലൂഖുൻ ലില്ലാഹി തആല ലിമാ മറ അന്നൽ ഖാലിഖ ഹുവ അല്ലാഹു തആല വഹ്ദഹു വ അന്ന കുല്ലൽ മുംകിനാതി മുസ്തനിദത്തുൻ ഇലൈഹി ലാ വാസിത ബിലാ വാസിതത്തിൻ, ഒരു വാസിതയുമില്ലാതെ എല്ലാം അള്ളാഹുവിലേക്ക് എല്ലാ മുംകിനാത്തുകളും, ഇതൊക്കെ മുംകിനാത്താണ്. ഈ മരണം എന്നുള്ളത് മുംകിനാത്താണ്, അലമ് എന്നുള്ളത് മുംകിനാത്താണ്, ഇൻകിസാർ എന്നുള്ളത് മുംകിനാത്താണ്. ഇതെല്ലാം അള്ളാഹുവിലേക്കാണ് ചേരുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഖിലാഫ്? വൽ മുഅ്തസിലത്തു, മുഅ്തസിലകൾ ലമ്മ അസ്നദു ബഅ്ലൽ അഫ്ആലി, ചില പ്രവർത്തനങ്ങൾ അവർ ചേർത്തി ഇലാ ഗൈരില്ലാഹി തആല, അല്ലേ, ചില പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റേതല്ല എന്നാണ് ഓല് പറയുന്നത്. അടിമകൾക്ക് ചില പ്രവർത്തനങ്ങളുണ്ട്, ഇഖ്തിയാരിയായ പ്രവർത്തനങ്ങൾ. ഖൗലൻ, അവരെങ്ങനെയാണത് ചേർത്തത്? അവർ പറഞ്ഞുകൊണ്ട് ഇൻകാനൽ ഫിഅലു സാദിറൻ അനിൽ ഫാഇലി ലാ ബി തവസ്സുതി ഫിഅലിൻ ആഖർ വഹുവ ബി തരീഖിൽ മുബാശറ വ ഇല്ല ഫബി തരീഖി തൗലീദ്. അവരെങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു ഫെയിൽ ഉണ്ടാവുന്നത് അനിൽ ഫാഇലി, ഒരു ആ ഫെയിൽ പ്രവർത്തിച്ചയാളിൽ നിന്നാണ്. ലാ ബി തവസ്സുതി ഫിഅലിൻ ആഖർ, മറ്റൊരു ഫെയിലിൻ്റെ വാസിത ഇല്ലാതെ, മറ്റൊരു ഫെയിലിൻ്റെ വാസിത ഇല്ലാതെയാണ് ഉണ്ടായതെങ്കിൽ വഹു ബി തരീഖിൽ മുബാശറ, അത് നേരിട്ടാണ്, അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൂചി കുത്തുന്നു, മറ്റൊരു പ്രവർത്തനമില്ല, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ സൂചി കുത്തുന്നു, അപ്പോഴുണ്ടാകുന്ന വേദന ഈ സൂചി കുത്തൽ വഴിയാണ്, അല്ലേ. ഈ സൂചി കുത്തുന്നതിൻ്റെ മുമ്പ് വേറെ നമ്മുടെ കൈ അനക്കലെന്നുണ്ട്. അപ്പോൾ ഈ കൈ അനക്കലിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു വാസിത്തുണ്ട്, എന്ത്, സൂചി ചെന്ന് കുത്തൽ എന്നുള്ളത്. അത് മാറ്റി നിർത്തിയിട്ട് ഈ സൂചി കുത്തലും വേദനയും മാത്രമാക്കുക. അപ്പോൾ അവിടെ വേറൊരു വാസിത്തി ഇല്ലല്ലോ. അപ്പോൾ ബി തരീഖിൽ മുബാശറന് വ ഇല്ലാ ഫബി തരീഖ് തൗലീദി, അല്ലെങ്കിൽ അത് തൗലീദ് എന്നുള്ള തരീഖാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കൈ ചലിപ്പിക്കുന്നു, കൈ ചലിപ്പിക്കുമ്പോൾ സൂചി അനങ്ങുന്നു, അല്ലേ. അപ്പോൾ ഈ സൂചി അനങ്ങൽ എന്ത് വഴി ഉണ്ടായതാണ്, അല്ലേ, തരീഖ് തൗലീദ്. മറ്റേത് മുബാശറയാണ്, ഒന്ന് ഇൻഡയറക്റ്റാണ്, ഒന്ന് ഡയറക്റ്റാണ്. അപ്പോൾ മാനാഹു, അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ യൂജിബൽ ഫിഅലു ലിഫാഇലിഹി ഫിഅലൻ ആഖറ. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഈ തൗലീദ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഐ യൂജിബൽ ഫിഅലു ഉണ്ടാക്കുകയാണ് ലിഫാഇലിഹി, ആ പ്രവർത്തനം നടത്തുന്നയാൾക്ക്, ഫിഅലൻ ആഖറ, മറ്റൊരു പ്രവർത്തനം കൂടി. ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ വേദന ഉണ്ടാക്കണമെങ്കിൽ രണ്ട് പ്രവർത്തനമാണ്. ഞാൻ എൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കണം, പിന്നെ സൂചി ഒന്ന് ഇതാക്കും വേണം, അല്ലേ. ഹറക്കത്തിൽ എതി, ഉദാഹരണം പറഞ്ഞാൽ കൈ ചലിപ്പിക്കുക, തൂജിബ് ഹറക്കത്തൽ മിഫ്താഹി, അപ്പോഴേ എന്തുണ്ടാവുള്ളൂ, കൈ ചലിപ്പിച്ചാലേ നമ്മുടെ ചാവി തിരിയുള്ളൂ, അപ്പോഴേ അത് തുറയുള്ളൂ. അപ്പോൾ തുറയുക എന്നുള്ളതിൽ ചാവിയും തുറയലും മാത്രമാണെങ്കിൽ അതെന്താണ്, അത് മുബാശറയാണ്, അല്ലേ. മറിച്ച്
കൈ ചലിപ്പിച്ചിട്ടാണ് വാതിൽ തുറന്നത് എന്നാണെങ്കിൽ അത് തൗലീദാണ്, അതൊരു ഇൻഡയറക്റ്റാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ആര് കൂടി വാസിത്തായിട്ട് വരുന്നുണ്ട്, ഈ ചാവി തിരിയുക, ഹറക്കത്തുൽ മിഫ്താഹ് എന്നുള്ളത് വാസിത്തയായിട്ട് വരുന്നത്. ഫൽ അലമു, അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വേദന എന്നുള്ളത് മുത്തവല്ലിദു മിനൽ ലർബി, അത് അടിയിൽ നിന്നുണ്ടാവുന്നതാണ്. വൽ ഇൻകിസാറു, പൊട്ടൽ എന്നുള്ളത് മിനൽ കസ്രി, പൊട്ടിക്കലിൽ നിന്നുണ്ടാവുന്നതാണ്. വലൈസ മഖ്ലൂഖൈനി ലില്ലാഹി തആല, ഇവ രണ്ടും അള്ളാഹു ഉണ്ടാക്കിയതല്ല എന്നാണ് ഓല് പറയുന്നത്. വഇന്ദന, നമ്മൾ പറയുന്നത് അൽ കുല്ലു ബി ഖൽഖില്ലാഹി തആല, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഈ തൗലീദിൻ്റെയും മുബാശറത്തിൻ്റെയും എല്ലാം ആരുണ്ടാക്കിയതാണ്? അടിമകൾ ഉണ്ടാക്കിയതാണെന്ന് ഓല് പറയുന്നു, നമ്മൾ പറയുന്നു അള്ളാഹു ഉണ്ടാക്കിയതാണ്. പക്ഷെ എന്നിട്ട് അവർ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ലാ സുൻ അലിൽ അബ്ദി ഫി തഖ്ലീഖിഹി, ആ ഒരു സൃഷ്ടിപ്പിൽ, വേദന സൃഷ്ടിക്കുന്നതിലും ഇൻകിസാർ സൃഷ്ടിക്കുന്നതിലും അടിമകൾക്ക് യാതൊരു നോ ചോയ്സ്, നോ പവർ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്നിട്ട് പറയാണ് ഫൽ ഔല, ഏറ്റവും നല്ലത് തഖ്ലീഖ് എന്ന് ഒഴിവാക്കിയിട്ട് ഫീഹി എന്നാക്കിയാൽ മതിയായിരുന്നു. അല്ല യുക്കയ്യദ ബി തഖ്ലീഖ്, ഇവിടെ തഖ്ലീഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. കാരണം ലി അന്നമാ യുസമ്മൂനഹു മുത്തവല്ലിദാത്ത്, അവർ മുത്തവല്ലിദാത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ ലാ സുൻ അലിൽ അബ്ദി ഫീഹി അസ്ല, അവിടെ അടിമകൾക്ക് എന്തായാലും ഒരു സുൻഇല്ല അല്ലേ. അമ്മ തഖ്ലീഖു, അപ്പോൾ തഖ്ലീഖ് ഫലി ഇസ്തിഹാലത്തിഹി മിനൽ അബ്ദി, അത് അടിമയിൽ നിന്ന് മുസ്തഹീലായത് കാരണത്താൽ. വ അമ്മൽ ഇക്തിസാബ് ഫലി ഇസ്തിഹാലത്തി ഇക്തിസാബിൽ അബ്ദി മാലൈസ കായിമം ബി മഹല്ലിൽ കുദ്റത്തി, അവന് കഴിയാത്ത കാര്യങ്ങളിൽ അടിമക്ക് അവിടെ ഇക്തിസാബ് എന്നുള്ള പരിപാടി ഉണ്ടാവില്ല. അടിമകൾക്ക് ഇക്തിസാബ് ഉണ്ടാവണമെങ്കിൽ ആദ്യം അള്ളാഹു എന്ത് ചെയ്യണ്ടേ, ഒരു തഖ്ലീഖ് ഉണ്ടാക്കണ്ടേ അല്ലേ. എന്തായാലും അള്ളാഹുവിൻ്റെ തഖ്ലീഖ് തന്നെയല്ലേ പോവുക. അപ്പോൾ അടിമകൾക്ക് കുദ്റത്തിന് മഹല്ലില്ലാത്ത സ്ഥലങ്ങളിൽ ഇക്തിസാബ് നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ടും വലിഹാദ ലാ യതമക്കനുൽ അബ്ദു മിൻ അദമി ഹുസൂലിഹ, അത് അടിമകൾക്ക് കിട്ടൂല. ബിഖിലാഫി അഫ്ആലിഹിൽ ഇഖ്തിയാരിയ, മറിച്ച് അവൻ്റെ ഇഖ്തിയാരിയായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി നിർത്തുമ്പോൾ. അത് പിന്നെ എന്തായാലും പറയണ്ട, ഇവിടെ ഇപ്പോൾ ഈ കാര്യമാണല്ലോ നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് മൊത്തത്തിൽ എന്തു പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, അടിമകൾക്ക് ഒന്നിലും ഒരു കാര്യത്തിലും സുന്ന ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ ഒരു ഉപരിപ്ലവമായ പോയിൻ്റ് ബേസിൽ പഠിച്ചാൽ മതി. ഓരോ തർക്കീബുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ശേഷം ചോദിക്കുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.